ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു കുറച്ച് കേസസുകളാണ് നമ്മൾ സാംസങ് S23 ഉപയോഗിക്കുന്ന സാംസങ് S23 അൾട്രയ്ക്ക് ഉപയോഗിക്കുന്ന കുറച്ച് കേസുകളുടെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ റീസെൻ്റ്ലി കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ഏത് കേസ് ഉപയോഗിക്കുന്നത് കുറേ കമൻറ്റ്സ് ആയി വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ കാരണം. ഞാൻ ആക്ച്വലി എൻ്റെ ഫുൾ കേസസുകൾ വന്നിട്ടില്ല, ഒരു കേസും കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഞാൻ വഴിയെ പറയാട്ടോ. അതാണ് ഞാൻ ആക്ച്വലി ഫുള്ളി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കേസ്. നല്ല ക്വാളിറ്റി ബ്രാൻഡിൻ്റെ ഒരു ഹൈ ക്വാളിറ്റി ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറയാം. അത് വന്നിട്ടില്ല, മിക്കതും നാളെ മറ്റന്നാളായിട്ട് വരുള്ളൂ. ഷിപ്പ് സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കതിന് വേണമെങ്കിൽ ഞാൻ ഷോർട്ട്സ് സംഭവമായിട്ട് എടുത്തിട്ടാ. ഒരു തിൻ കേസിലാണ് ഇപ്പോൾ ഭയങ്കര ഫേമസ് ആണല്ലോ, ഈ അൾട്രാ തിൻ കേസായിട്ട് കുറേ സംഭവങ്ങൾ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മുടെ സാംസങ് S23 അൾട്ര നല്ല സൈസ് കൂടുതലാണ്. അപ്പോൾ അതിൽ നല്ല അത്യാവശ്യം ബൾക്കി കേസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സൈസാവും. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ കേസാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും ഒരു അങ്ങനെ ഹോളുള്ള ഒരു കേസ്. അത് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഇതാ കാണുന്നുണ്ടോ ആവോ, ഇതുമേ ഫുള്ള് ഞാൻ ദൂരെ കാണിച്ചിടാന്നായിരിക്കും നല്ലത്. ഇത് ഒരു തിൻ കേസ് തന്നെയാണ് കേട്ടോ. ഇതിന് നമുക്ക് ആക്ച്വലി 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാൻ ഓൺലൈൻ ഒരു സൈറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. ഉണ്ട് അത്യാവശ്യം നല്ല തിന്നാണ്, നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ കണ്ടായിരിക്കും. തിൻ സൈസാണ്, വൈറ്റ് കളറാണ്. എൻ്റെ ഇത് വൈറ്റ് തന്നെയാണ്, കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് വൈറ്റ് കളർ ഓർഡർ ചെയ്തത്. ഇതിന് എനിക്ക് തോന്നുന്നത് 290 രൂപ സംതിങ് ആണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ഓൺലൈൻ ഓർഡർ ചെയ്താണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ക്യാമറാൻ്റെ ഇതുമ്മേ ഓൾറെഡി അവരുടെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ടെമ്പർ ഗ്ലാസ് പോലത്തെ ഒരു സാധനം ഓൾറെഡി ഇതുമ്മേ വരുന്നുണ്ട്. അപ്പോൾ അതാണ് വേറൊരു എക്സ്ട്രാ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ പൊളിച്ച് കളയുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ പൊളിച്ചെടുക്കാൻ കണ്ടു. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ പൊളിച്ചെടുക്കാം. എനിക്ക് തോന്നുന്നത് ഇത് ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ നല്ല ക്വാളിറ്റി ഗ്ലാസ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്യാമറേനെ ഡിഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് പൊളിച്ചെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേസ് കിട്ടുക. ഒന്നാമത്തെ കേസ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഈ ഒരു കേസാണ്, കണ്ടോ. ഇത് ഡെയിലി ഒബ്ജക്റ്റിൻ്റെ ഒക്കെ ഒരു കേസ് പോലത്തെ ഒരു കേസാണ്. ഡെയിലി ഒബ്ജക്റ്റിനും അവർക്ക് ഈ കേസ് ഉണ്ട്. ഒരു DX സംഭവം ഉണ്ടായിരിക്കും, അതല്ലാണ്ട് വേറെ സെയിം ആണ്. ഇതൊക്കെ ചൈനീസ് സാധനങ്ങളാണ്. ഇതെല്ലാം ലോക്കൽ ചൈനീസ് സാധനങ്ങളാണ്. ഇതൊക്കെ അവർ പേര് മാറ്റി അവരെ പേര് ഒന്ന് വിൽക്കുന്നതാണ്. 800 രൂപയ്ക്കാണ് നമ്മുടെ ഡെയിലി ഒബ്ജക്റ്റുകാരൊക്കെ ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് സാധനത്തിന് ചൈനീസ് സാധനത്തിന് ശരിക്കും 300-200 രൂപയ്ക്കുള്ള സാധനത്തിന്. ഞാനിത് ആക്ച്വലി ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ച് എനിക്ക് 500 രൂപ കിട്ടിയത്. അപ്പോൾ അവർക്ക് എത്ര രൂപയ്ക്ക് കിട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കാം. അപ്പോൾ സെയിം ആണ്, ഒരു ഡിഫറൻസും ഇല്ല. അതടക്കം സെയിം. അതും ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബട്ടണിന് ഭയങ്കര ഇളക്കുണ്ട്, കണ്ടോ. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ഇതുമ്മ ഒരു ടെക്സ്ചർ പോലെ സംഭവമൊക്കെ ഉണ്ട്. അത് കുറച്ച് നല്ലതാണ്. പക്ഷേ ഇത് ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ചെറിയൊരു വെയിറ്റ് ഇതുമ്മ വരുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ആമസോൺ എന്ന് പറഞ്ഞൊരു സാധനം. ആമസോൺ എന്ന് വാങ്ങിച്ചാണ് ഇങ്ങനത്തെ ഒരു കേസ് കണ്ടു. ഇതിൽ 290-250 രൂപയാണ് സംതിങ് റേഞ്ച് വരുന്നുള്ളൂ. ഇതിൻ്റെ തന്നെ നമുക്ക് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കേസും ഉണ്ട്, 2 ഉണ്ടെങ്കിൽ. അത് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ കാണാൻ ഇവിടെ വെച്ചാവും. അപ്പോൾ ഈ 2-3 കേസുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ നാലാമത്തെ കേസ് ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലിം കേസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭയങ്കര തിന്നായിട്ടുള്ളൊരു കേസാണ്. സിംഗപ്പൂർ ബ്രാൻഡാണ് സ്ലിം കേസ് എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത് ഷിപ്പായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാളെ മറ്റന്നാളായിട്ട് വരും. സ്ലിം കേസ് ഇന്ത്യ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ആപ്പിളിനും സാംസങ്ങിൻ്റെ ഹൈ എൻഡ് സീരീസിനും മാത്രമേ അത് അവൈലബിൾ ഉള്ളൂ. അതാണ് അവരുടെ വെബ്സൈറ്റ് കണ്ടു. സ്ലിം കേസ് ഇന്ത്യ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഒരു 2 ഇയർ വാറണ്ടി ഒക്കെ ഉണ്ട്. വൺ ടൈം റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ സംഭവമൊക്കെ വരുന്നുണ്ട്. ഇതിന് നമുക്ക് കണ്ടു iPhone 16, 14, 15, അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ S24 അൾട്ര, S23 അൾട്ര, S22 അൾട്ര, ഈ 3 ഡിവൈസുകൾക്ക് മാത്രമേ അവർക്കുള്ളൂ. ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ആക്ച്വലി S23 നോർമലിനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് റിപ്പോർട്ടാണ്. ഇതിന് ഓൾമോസ്റ്റ് പ്രൈസ് വരിക നമുക്ക് 1300 രൂപയ്ക്ക് പ്രൈസ് വരിക. ഇതാണ് അവരുടെ വെബ്സൈറ്റ് കണ്ടു. ഇത് ഭയങ്കര തിന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ സംഭവമൊക്കെ ഒരു പറയുന്നുണ്ട്. വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ പറയുന്നില്ല. ഇത് നമുക്ക് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്, ഇമ്പാക്ട് റെസിസ്റ്റൻസ് പറയുന്നുണ്ട്, ആൻറ്റി യെല്ലോയിങ് ആണ്, വയർലെസ് ചാർജിങ് ഉണ്ട്, സ്ലിം ആൻഡ് സ്ലീക്ക് ആണ്, പ്രിസൈസ് കട്ടിങ് ഉണ്ട്, 0.5 mm ഉള്ള അതിൻ്റെ തിക്നെസ് കിട്ടാം. ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ആർമർ മാക്സ് ടെക്നോളജി ഒക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ വന്നിട്ട് കാണിച്ചിട്ട് അത്യാവശ്യം നല്ല ഇഡിയോട്ട് പാക്കേജിങ്ങിലൊക്കെ വരും. ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. നോർമൽ S23 ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഫോൺസിന് ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. ഹീറ്റ് ഡിസ്പേഷനൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാട്ടോ. കളറൊന്നും മാറുന്നില്ല. ഇവർക്ക് ആക്ച്വലി 2 കളറിലുണ്ട്. ഒരു നോർമലായിട്ട് ഫുൾ ബ്ലാക്കും ഉണ്ട്, പിന്നെ നമുക്ക് ട്രാൻസ്പാരൻ്റ് ഉണ്ട്. ഞാൻ ചെയ്തേക്കുന്നത് ട്രാൻസ്പാരൻ്റ് ആണ്. കണ്ടു. ട്രാൻസ്പാരൻ്റ് ഇട്ടുണ്ടെന്ന് അറിയില്ല, അങ്ങനത്തെ അത്രയും തിന്നാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി സാധനമാണ്. ട്രൈ നോക്കാൻ മറക്കണ്ട. ലിങ്ക് കിട്ടുകയാണെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഈ കേസുകളാണ്, 4 കേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 4 കേസുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കുറേ പേര് ടെമ്പർ ഗ്ലാസിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്ക്രീൻ ഗാർഡാണ്, ടെമ്പർ ഗ്ലാസ് അല്ല കേട്ടോ. ഇത് സ്ക്രീൻ ഗാർഡാണ്, ഒരു മാറ്റ് ഫിനിഷ് സ്ക്രീൻ ഗാർഡാണ്. ഞാൻ ഓഫ്ലൈനിൽ ഒട്ടിച്ചാണ്.
ആദ്യം ഞാൻ ഗാഡ്ജറ്റ് ഷീൽഡിനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ ഭയങ്കരമായിട്ട് ലോ ക്വാളിറ്റി സാധനം ഭയങ്കരമായിട്ട് പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓഫ്ലൈനിൽ പോയിട്ട് ഒട്ടിച്ചാണ് കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. നിങ്ങൾക്ക് അറിയും ഇത് ചുമ്മാ എഡ്ജ് കുറച്ച് എന്താ പറയുക കെർവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂസ് എന്താ വെച്ചാൽ നമുക്ക് ഇതിന്മേ ഈ അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫിംഗർ പ്രിൻ്റ് റെഡി ആവുള്ള. പക്ഷേ അത് മിക്ക എല്ലാ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റും ഈ ഇഷ്യൂസ് ഉണ്ട്. ഈ നോർമൽ സ്ക്രീൻ ഗാർഡാണെങ്കിൽ ഇഷ്യൂ വരില്ല, പക്ഷേ ടെമ്പർ ഗ്ലാസ് ആകുമ്പോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് മിക്ക ടെമ്പർ ഗ്ലാസ്സുകളിൽ വർക്ക് ചെയ്യാത്തത്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മാക്സിമം അവരുടെ സെറ്റിങ്സിൽ പോയിട്ട് ഇവർക്കൊരു സെറ്റിംഗ് ഉണ്ട്, നമ്മുടെ ഗ്ലൗസ് ഇട്ടാലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻസിറ്റിവിറ്റി കൂട്ടുന്ന ഒരു സെറ്റിംഗ് ഉണ്ട്. അത് ഓണാക്കി വെച്ചാൽ മിക്കതും മോസ്റ്റ്ലി ഒരു 50% സോൾവ് ഇഷ്യൂ ആവാറുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ഡിസ്പ്ലേയിലാന്ന് തോന്നുന്നുണ്ട്. ഡിസ്പ്ലേയിൽ ടച്ച് സെൻസിറ്റിവിറ്റി അങ്ങനെ സംഭവമുണ്ട്, അത് ഓണാക്കി വെച്ചാൽ മതിട്ടാ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇതിന് ഗാഡ്ജറ്റായിട്ട്. പിന്നെ ഞാൻ സാംസങ്ങിൻ്റെ തന്നെ ടച്ച് T7 എന്ന് പറഞ്ഞൊരു SSD ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം ഇതിന് 256 GB വരുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു 512 സാംസങ്ങിൻ്റെ SSD ഉണ്ട്. അതിപ്പോൾ സംഭവം ഞാൻ എൻ്റെ ബോക്സിൽ സംഭവമൊക്കെ ആയിരിക്കും അതൊക്കെ തപ്പിയെടുക്കണം. നിങ്ങൾക്ക് അറിയാം നോർമലി ഞാൻ മുമ്പ് അതിൻ്റെ അൺബോക്സിങ് കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന അക്സസറി എന്ന് വേണമെങ്കിൽ പറയുന്നതിന്. അല്ലാണ്ട് സെപ്പറേറ്റ് വേറെ അക്സസറി ഒന്നുമില്ല. സാംസങ്ങിൻ്റെ തന്നെ ചാർജർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ കേബിളിനൊരു ഗുണമുണ്ട്. ഇതിന് നമുക്ക് ആക്ച്വലി 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടറാണ്. പക്ഷേ ഇവർ തരുന്ന കേബിളിന് നമുക്ക് 25 വാട്ട് സപ്പോർട്ടുള്ളൂ. ഇതെൻ്റെ ഹണിവെൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 45 വാട്ടിൻ്റെ PD ചാർജറാണ്. പക്ഷേ അതിനാണെങ്കിലും നിങ്ങൾ ഈ കേബിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് 45 വാട്ടിൻ്റെ ചാർജിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വേറൊരു കേബിൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട കേട്ടോ. വേറെ സെപ്പറേറ്റ് സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഇത്രയൊക്കെ തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ വേറെ മെയിനായിട്ട് സംഭവങ്ങളൊന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫുൾ ഫിലിം സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഗാഡ്ജറ്റ് ഷീൽഡിനൊക്കെ അവൈലബിൾ ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ച് ഭയങ്കര കത്തിയാണ് കുറച്ച്. പിന്നെ നമ്മൾ തന്നെ ഒട്ടിക്കണം. അത് കുറേ പേർക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ഞാനിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത് ഈ ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ കേസ് എന്ന സാധനമാണ് ഞാനിപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത് കേട്ടോ. ടിൽ നമ്മുടെ സ്ലിം കേസിൻ്റെ ഇത് വരുന്നത് വരെ. അത് കഴിഞ്ഞാൽ അത് ഫുള്ളി അതിലേക്ക് മാറും കേട്ടോ. എന്താ വെച്ചാൽ ഈ സാധനം കേസിലാണ്ട് ഉപയോഗിക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. എന്താ വെച്ചാൽ അത്യാവശ്യം വെയിറ്റും ഉണ്ട്, സൈസും ഉണ്ട്. ഈ ഒരു ഹീറ്റ് ഡിസിപ്പേഷൻ കേസും അത്യാവശ്യം വെയിറ്റ്ലെസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൻ്റെ ആക്ച്വലി ബ്ലൂ കളറും ബ്ലാക്ക് കളറിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കേസസുകളും അതുപോലെ അക്സസറീസ് അല്ലെങ്കിൽ സ്ക്രീൻ ഗാർഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. നമ്മുടെ മാക്സിമം നമ്മുടെ ലിങ്കുകൾ കിട്ടുന്നെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.